Okay students, good morning. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2-ലെ ഫസ്റ്റ് ലെക്ചർ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരിയർ ട്രാൻസ്പോർട്ട് ഇൻ സെമി കണ്ടക്ടേഴ്സ്, മൊബിലിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അതായത് ഒരു സെമി കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാരിയർ ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരിയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റിനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതായത് ഇലക്ട്രോൺസ് ആയാലും ഹോൾസ് ആയാലും അതിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സെമി കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് ടൈപ്പ് കാരിയർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കാരിയർ മൂവ്മെൻ്റ് ആണുള്ളത്. ഒന്ന് കാരിയർ ട്രാൻസ്പോർട്ട് ബൈ ഡ്രിഫ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ബൈ ഡിഫ്യൂഷൻ. ഓക്കെ, സോ ഇങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റുകളാണുള്ളത്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെമി കണ്ടക്ടറിന് എക്രോസ് ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അവിടെ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ കാരിയർ മൂവ്മെൻറ്റ് ഉണ്ടാവും. അതിനെയാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കാരണം കാരിയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കാരണം ഉണ്ടാകുന്ന മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രിഫ്റ്റിനെ കുറിച്ചാണ്. സോ ഞാൻ പറഞ്ഞു ഒരു ഇലക്ട്രിക് ഫീൽഡ്, അതായത് സെമി കണ്ടക്ടർ ബാർ എടുത്ത് അതിൻ്റെ അക്രോസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. സോ നമ്മളിവിടെ എലോങ് എക്സ് ഡയറക്ഷനിൽ EX എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡാണ് അപ്ലൈ ചെയ്യുന്നത്. സോ EX എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു -Q ഇൻറ്റു EX ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to -Q ഇൻറ്റു EX ആയിരിക്കും. ഈ റിലേഷൻ എന്ന് പറയുന്നത് ലോറൻസ് ഫോഴ്സിൻ്റെ റിലേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ മൈനസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്ലൈഡ് ഫീൽഡിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. സോ നമുക്ക് എന്ത് പറയാം? ഫോഴ്സ് എലോങ് എക്സ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു -N ഇൻറ്റു QEX ആയിരിക്കും. ഇവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസും Q ചാർജും EX എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഇങ്ങനെ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കാരണം കൊണ്ട് തന്നെ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺസിന് ഒരു നെറ്റ് ആവറേജ് വെലോസിറ്റി ഉണ്ടായിരിക്കും. അതായത് ഒരു എക്സ് ഡയറക്ഷനിൽ, ഞാൻ പറഞ്ഞു എക്സ് ഡയറക്ഷനിലാണ് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺസ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു വെലോസിറ്റി ഉണ്ടായിരിക്കും ഇൻ ദ എക്സ് ഡയറക്ഷൻ, അതായത് അതിൻ്റെ മൂവ്മെൻറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് മീൻ വെലോസിറ്റിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവും, ഫോഴ്സ് കാരണം അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. സോ ആ ഒരു മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫോഴ്സിനെയും ഡ്രിഫ്റ്റ് വെലോസിറ്റിനെയും മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. സോ P എന്ന് പറയുന്നത് ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺസ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റമാണ് P എന്ന് പറയുന്നത്. ദെൻ the accelerating force due to electric field is equal to change in momentum. അതായത് dpx/dt എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം എലോങ് എക്സ് ഡയറക്ഷനാണ്, വിച്ച് ഈസ് ഈക്വലൻ ടു ദ ആക്സിലറേറ്റിംഗ് ഫോഴ്സ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആക്സിലറേറ്റിംഗ് ഫോഴ്സിന് ഈക്വലൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഈക്വലൻ ടു ആക്സിലറേറ്റിംഗ് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ദെൻ Px എന്ന് പറയുന്നത് മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻ്റാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കാണാൻ പറ്റും ഒരു എക്സ് ഡയറക്ഷനിൽ ഒരു കണ്ടിന്യൂസ് ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദെൻ അത് കാരണം ഈ കണ്ടിന്യൂസ് ആക്സിലറേഷൻ കാരണം നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ്. അതായത് ഈ കണ്ടിന്യൂസ് ആക്സിലറേഷൻ കാരണം അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണ്. ദെൻ സെയിം ടൈം ഒരു ഡീസിലറേഷനും അവിടെ ഒക്വയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഡീസിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, ഫോഴ്സ് ഉണ്ടാവും, ഫോഴ്സ് കാരണം ഒരു വെലോസിറ്റി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതായത് ആക്ച്വലി അവിടെ കാരിയേഴ്സിൻ്റെ മൂവ്മെൻ്റാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ സിക്സ് ആൻഡ് മാനറിലാണ് മൂവ് ചെയ്യുക.
സോ ഈ സിക്സാങ് മാനറിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ എന്താ സംഭവിക്കുക, കൊളീഷനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ കൊളീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ നമ്മളൊരു ആക്സലറേറ്റിംഗ് ഫോഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. സെയിം ടൈം അവിടെ ഒരു ഡീസലറേറ്റിംഗ് ഫോഴ്സും ജനറേറ്റ് ചെയ്യും. അതായത് ഒരു ഡീസലറേഷൻ, ഈ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ക്യാരിയറിനൊരു ഡീസലറേഷനും അവിടെ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ആ പ്രോബബിലിറ്റി ഓഫ് കൊളീഷൻ, ഒരു ഇലക്ട്രോണെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു ടൈം ഇൻ്റർവെല്ലിൽ ഡി ടി എടുത്തു കഴിഞ്ഞാൽ, ഒരു ടൈം ഇൻ്റർവെൽ ഡി ടി എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു പ്രോബബിലിറ്റി ഓഫ് കൊളിഷൻ എന്ന് പറയുന്നത് ഡി ടി ബൈ ടി ബാർ ആണ്. ഓക്കെ, ഇവിടെ ടി ബാർ എന്ന് പറയുന്നത് മീൻ ഫ്രീം ടൈം ബിറ്റ്വീൻ കൊളിഷൻസ്. ഓക്കെ, കൊളിഷൻസിന് ഇടയിലുള്ള മീൻ ഫ്രീം ടൈമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ which is equivalent to differential change in momentum due to collision. ഓക്കെ, സോ അവിടെ ഉണ്ടാകുന്ന കൊളിഷൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും, ഡിഫറൻഷ്യൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം, അതായത് കൊളിഷൻ കാരണം ഉണ്ടാകുന്ന ഡിഫറൻഷ്യൽ ചേഞ്ചിന് ഈക്വലൻ്റ് ആയിരിക്കും. സോ നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, മൈനസ് ഡി പി എക്സ് ഇസ് ഈക്വൽ ടു പി എക്സ് ഇൻറ്റു ഡി ടി ബൈ ടി ബാറിന് എഴുതാം. ഓക്കെ, സോ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും, ഡി പി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ് ബൈ ടി ബാറിന് എഴുതാം. ഓക്കെ, ദെൻ സോ ഇതാണ് ഡീസിലറേറ്റിംഗ് കണ്ടീഷൻ, ഇതാണ് ആക്സിലറേറ്റിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടാകുന്ന ആക്സിലറേറ്റിംഗ് ഫോഴ്സാണിത്. ദെൻ ഈ കാരിയേഴ്സിന് ആ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം മൂവ്മെൻറ്റ് പോസിബിളായി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിക്സാങ് മോഷൻ കാരണം അവിടെ കൊളിഷൻ ഉണ്ടാവും. കൊളിഷൻ കാരണം ഉണ്ടാകുന്ന ഡീസിലറേറ്റിംഗ് കണ്ടീഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ ആക്സിലറേഷൻ, അതായത് സം ഓഫ് ആക്സിലറേറ്റിംഗ് ആൻഡ് ഡീസിലറേറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ആ റിലേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ ഈ മൊമെൻറ്റത്തിനെ ആവറേജ് മൊമെൻറ്റത്തിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാനായിട്ട് പോവുകയാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, ആവറേജ് മൊമെൻറ്റത്തിൻ്റെ ഫോർമാറ്റിലോട്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, ആവറേജ് മൊമെൻറ്റമാണ് ഈ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, സോ നമുക്കറിയാം ഡിഫറൻഷ്യൽ മൊമെൻറ്റമാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എൻ ക്യു ഇ എക്സ് ടി ബാർ ഡിവൈഡഡ് ബൈ എൻ എന്ന് എഴുതാം. അതായത് പി എക്സ് ബൈ ടി ബാർ ആണല്ലേ, സോ ടി ബാറിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ കിട്ടി. ആവറേജ് മൊമെൻറ്റം എന്ന് പറയുന്നത് മൊമെൻറ്റം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് വരിക. സോ പി എക്സ് ഡിവൈഡഡ് ബൈ എൻ ഇസ് ഈക്വൽ ടു മൈനസ് എൻ ക്യു ഇ എക്സ് ടി ബാർ ബൈ എൻ എന്ന് വരും. ഓക്കെ, സോ എന്നും എന്നും ക്യാൻസൽ ചെയ്ത് പോകും. സോ ഫൈനലി എന്ത് കിട്ടും, മൊമെൻറ്റം, ഒരു ആവറേജ് മൊമെൻറ്റം പി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യു ഇ എക്സ് ടി ബാർ എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടുത്തെ റിലേഷൻ. ആവറേജ് മൊമെൻറ്റം പി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യു ഇ എക്സ് ടി ബാർ എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റീൻ്റെ കേസാണ്, അല്ലെങ്കിൽ ഈ കാരിയേഴ്സിൻ്റെ ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ആവറേജ് മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് മാസ് ആണ്. ഓക്കെ, സോ ആവറേജ് മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് മാസ് ആണ്. ഇതൊക്കെ നമ്മൾ വേറെ വലിയ വലിയ ഡെറിവേഷൻസിൽ നിന്ന് എടുക്കുന്നതാണ്, പക്ഷേ നിങ്ങൾക്ക് അത്രയും ഡെപ്തിൽ ഡെറിവേഷൻസ് ആവശ്യമില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം പറഞ്ഞു പോകുന്നത്. ഓക്കെ, ദെൻ ആവറേജ് മൊമെൻറ്റം ബൈ ഇഫക്റ്റീവ് മാസ് ആണ്. സോ ആവറേജ് മൊമെൻറ്റത്തിൻ്റെ റിലേഷൻ നമുക്കറിയാം, എന്താ, മൈനസ് ക്യൂ ടി ബാർ ഇൻറ്റു ഇ എക്സ് ആണ്, വിച്ച് ഇസ് ഡിവൈഡഡ് ബൈ എം എൻ സ്റ്റാർ. ഓക്കെ, സോ ഈ ഒരു ആവറേജ് വെലോസിറ്റീനെയാണ് നമ്മൾ നെറ്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഡ്രിഫ്റ്റ് എഫക്റ്റ് കാരണം അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലെങ്കിൽ കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് കാരണം അവിടെ ഒരു കറണ്ട് ഡെൻസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ആ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂസിങ് ലെറ്റർ ജെ ആണ്. ഓക്കെ, സോ ഇലക്ട്രോൺസിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സോ അവിടുത്തെ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് എൻ ക്യു ഇൻറ്റു വി ഓഫ് എക്സ് ആയിരിക്കും, മൈനസ് എൻ ക്യു ഇൻറ്റു വി ഓഫ് എക്സ് ആയിരിക്കും. അതായത് എൻ്റെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ക്യൂ എന്ന് പറയുന്നത് ചാർജാണ്, വി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ വി ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. വി ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടും, ജെ എൻ ഡ്രിഫ്റ്റ് ഇസ് ഈക്വൽ ടു എൻ ക്യൂ സ്ക്വയർ ഇ എക്സ് ടി ബാർ ബൈ എം എൻ സ്റ്റാർ എന്ന് കിട്ടും. നെയിം ദിസ് എക്സ്പ്രഷൻ ആസ് 3. ഓക്കെ, നമുക്കറിയാം കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കണ്ടക്ടിവിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡാണ്. സിഗ്മ എന്ന് പറയുന്നതാണ് കണ്ടക്ടിവിറ്റി, ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. സോ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് സിഗ്മയാണ്,
എന്ന് നമുക്കറിയാം. ദെൻ അവിടെ നമ്മുടെ ഈ കണ്ടീഷനായിട്ട് മാച്ചിങ് ആവുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എല്ലാം എക്സ് ഡയറക്ഷനാണ്. സോ കറണ്ട് ഡെൻസിറ്റി J ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു EX എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഈ എക്സ്പ്രഷനെ നെയിം ദിസ് എക്സ്പ്രഷൻ ആസ് 4. ഓക്കെ, ദെൻ ഇക്വേഷൻ 3ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സിഗ്മ ഇൻറ്റു ഇ. സോ ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫുൾ ടേമിനെ എക്സെപ്റ്റ് EX, ഈ ഒരു ഫുൾ ടേമിനെ എനിക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? സിഗ്മ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അതായത് സിഗ്മ ഈസ് ഈക്വൽ ടു NQ² T bar ഡിവൈഡഡ് ബൈ MN സ്റ്റാർ എന്ന് എഴുതാം. ഓക്കെ, സോ നെയിം ദിസ് എക്സ്പ്രഷൻ ആസ് 5. ഓക്കെ, ദെൻ സോ സിഗ്മയുടെ വാല്യൂ നമുക്ക് കിട്ടി, കണ്ടക്ടിവിറ്റി. അവിടെ കണ്ടക്ടിവിറ്റിയുടെ എക്സ്പ്രഷനെ നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം. സിഗ്മ n ഇസ് ഈക്വൽ ടു QN ഇൻറ്റു μN എന്ന് പറഞ്ഞ് എഴുതാം. അതായത് μN എന്ന് പറയുന്നത് എന്താ? QT ബാർ ഡിവൈഡഡ് ബൈ MN സ്റ്റാർ ആണ്. ഓക്കെ, ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി എന്ത് കിട്ടും? സിഗ്മ n എന്ന് പറയുന്നത് Q ഇൻറ്റു N ഇൻറ്റു μN എന്ന് പറഞ്ഞിട്ട് റിലേഷൻ മാറും. ഓക്കെ, ദെൻ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കാം. അതായത് മൊബിലിറ്റിയാണ് μN എന്ന് പറഞ്ഞ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇലക്ട്രോൺ മൊബിലിറ്റിയാണ് μN എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സോ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? JN ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ഇൻറ്റു EX ആണ്. സിഗ്മയുടെ വാല്യൂ നമുക്കറിയാം, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ JN ഡ്രിഫ്റ്റ്, അതായത് ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാവുന്ന കറണ്ട് ഡെൻസിറ്റി JN is equal to Q ഇൻറ്റു N ഇൻറ്റു μN EX ആണ്. അതായത് ഇൻ കേസ് ഓഫ് ഇലക്ട്രോൺസ്. സിമിലർലി ഹോൾസിൻ്റെ മൂവ്മെൻറ്റ് കാരണം അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ഇൻ ഹോൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ JP is equal to Q ഇൻറ്റു P ഇൻറ്റു μP EX, അതായത് ഇൻ കേസ് ഓഫ് ഹോൾസ് എന്നാണ് പറയുന്നത്. സോ ടോട്ടൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് JN ഡ്രിഫ്റ്റ് പ്ലസ് JP ഡ്രിഫ്റ്റ് ആയിരിക്കും. സോ ഈ രണ്ട് ഇക്വേഷൻസിനെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? J ഡ്രിഫ്റ്റ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു EX N μN പ്ലസ് P μP എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ നേരത്തെ മൊബിലിറ്റീൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ മൊബിലിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത് ഇഫക്റ്റീവ് മാസ് എന്ന് പറയുന്ന ഒരു ടേം വെച്ചിട്ടാണ്. ഓക്കെ, ഇഫക്റ്റീവ് മാസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്മോളർ വാല്യൂ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഹയർ മൊബിലിറ്റി ആയിരിക്കും കിട്ടുക. ഇനി ഇലക്ട്രോൺസും ഹോൾസും ഉണ്ട്, അത് രണ്ടുമാണ് നമ്മുടെ കാരിയേഴ്സ് എന്ന് പറയുന്നത്. എപ്പോഴും ഇലക്ട്രോൺസിനായിരിക്കും മൊബിലിറ്റി കൂടുതൽ ഹോൾസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെമി കണ്ടക്ടർ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഹോൾസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയസുമായിട്ട് കുറച്ചും കൂടെ ക്ലോസർ ആയിരിക്കും കമ്പയർ ടു ഇലക്ട്രോൺസ്. ഓക്കെ, സോ ന്യൂക്ലിയസ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഹോൾസിൻ്റെ കേസിൽ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് മൊബിലിറ്റി കുറവാണെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് കാരിയർ മൂവ്മെൻറ്റ് ഡ്യൂ ടു അല്ലെങ്കിൽ കാരിയർ ട്രാൻസ്പോർട്ട് ഡ്യൂ ടു ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.